ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. കോഴിക്കോട് നിന്ന് മൂകാംബിക അമ്പലത്തിലേക്കാണ്. അതും KSRTC ബസ്സിലാണ് ഞാൻ പോയത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായി തൊഴാനൊക്കെ പറ്റി. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ ചെല്ലുക, തൊഴുക, പിന്നെ ഉച്ചയ്ക്ക് തന്നെ തിരിച്ച് കയറാമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് പറ്റിയൊരു റൂമും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഔട്ട് ഓഫ് 5 ഞാനൊരു 3 കൊടുക്കും ആ റൂമിന്. ഞാൻ ചെന്നു ഒരു 6 മണിക്കുള്ളിലെത്തി. 7 മണിയോടുകൂടി ഞാൻ കുളിച്ച് ഫ്രഷായി റെഡിയായി ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. 7:30-ക്കുള്ളിൽ എന്തോ ഫസ്റ്റ് ദീപാരാധന കഴിഞ്ഞ അമ്പലം എന്തോ അടയ്ക്കും. അപ്പോൾ അതിനുള്ളിൽ കയറി തൊഴണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോയിരുന്നു ചെയ്തത്. നല്ല രീതിയിലൊക്കെ തൊഴാൻ പറ്റി. ഫസ്റ്റ് ദർശനം അടിപൊളിയായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം തൊഴാൻ പറ്റി. അതിൽ ഫസ്റ്റത്തേത് സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തൊഴുത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഇതെല്ലാം നോക്കി അവിടെ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തൊഴുതിറങ്ങിയിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ പോകണം. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ അടുത്ത് തന്നെ നമുക്ക് KSRTC സ്റ്റാൻഡും താമസിക്കാനുള്ള റൂമും പിന്നെ അവിടെ നല്ല കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഞാൻ അവിടെ നിന്നാണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. പിന്നെ നമുക്ക് അമ്പലത്തേക്കുള്ള നേർച്ച കൊടുക്കാനുള്ള പൂവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ എടുത്ത് സൗപർണിക റിവർ കാണാൻ പോയി. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു കുടജാദ്രി പോകാൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് 5 മണിക്കൂറെങ്കിലും മിനിമം വേണം അത് മൊത്തത്തിൽ കണ്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ല, കാരണം എനിക്ക് ഉച്ചയ്ക്ക് എൻ്റെ ബസ്സുണ്ട്, അപ്പോൾ തിരിച്ചു പോകണം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. കുറേ നേരം അതിന് കാലൊക്കെ ഇട്ട് അവിടെ മീൻ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ കാലൊക്കെ നനച്ചിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് 2:15-നാണ് എൻ്റെ തിരിച്ചുള്ള കോഴിക്കോടേക്കുള്ള ബസ്സുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അമ്പലത്തിൽ തൊഴാൻ പോയപ്പം അവിടെ നന്നായി തൊഴാൻ പറ്റി, ഒന്നും കൂടെ എനിക്ക് തൊഴാൻ പറ്റി. അപ്പോൾ അവിടെ പ്രസാദൂട്ടുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായത് കാരണം ഞാൻ നിന്നില്ല, കാരണം എനിക്ക് ബസ് മിസ്സാവും. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സാന്നിധ്യം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. കൃത്യം 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ എനിക്ക് നേരെ സ്റ്റാൻഡിലേക്ക് പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോകണമായിരുന്നു ഇത്തവണ. അപ്പോൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്ത് എല്ലാം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഡിന്നർ ഈ KSRTC ബസ്സുകാർ നിർത്തി തരുന്ന ഒരു റെസ്റ്റോറൻ്റ് ഒന്നായിരുന്നു. അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ബസ് യാത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വന്നത് നോൺ AC ആണെങ്കിലും അതും വലിയ പ്രശ്നമില്ലായിരുന്നു, കാരണം പുറത്ത് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട്
തിരിച്ചു പോയത് AC ബസ്സിലായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു, നന്നായി ഉറങ്ങാനൊക്കെ പറ്റി. നല്ല റോഡായിരുന്നു. പിന്നെ നമ്മളുടെ ആ ഒരു ഇതെത്താറായപ്പോഴേക്കും റോഡ് പണി കാര്യങ്ങളൊക്കെ ആയത് കാരണം കുറച്ച് ഡിലേ ആയി, രാത്രിയായി ഞാൻ എത്താനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ മൂകാംബിക അമ്പലത്തിലൊക്കെ പോവുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു അമ്പലത്തിൽ പോവുക.